അടിപൊളിയാണ്. ചെക്കൻ എങ്ങനെയായിരുന്നു? അടിപൊളിയാണ്. പറയാൻ പറയോ എങ്ങനെയായിരുന്നു? നല്ല പടം. ഇമോഷണലി കണക്ട് ആയില്ല സിനിമനെ കുറിച്ച്? എന്താണ് ശരി ഫാമിലി ഡ്രാമ തന്നെയാണ്. ആസിഫ് അലി പെർഫോമൻസ് ഒക്കെ പൊരിച്ചു. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആയോ? എല്ലാവരും ചിരിക്കണ്ട, എല്ലാവരും ഇമോഷണൽ. ഫാമിലി ഡ്രാമയാണ്. അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ? അത് എന്താ സംഭവം വെച്ചാൽ പല സമയത്തും ഈ തുല്യനീതി എന്ന് പറയുന്നത് അത് ആണുങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മാനിപ്പുലേറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. ഈ ലീഗൽ സാധനങ്ങൾ അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിക്കും കാണിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ തുറന്നു ആസിഫ് അലിയുടെ എങ്ങനെയുണ്ട് പെർഫോമൻസ്? സിദ്ധാർത്ഥ ഭരതൻ എല്ലാവരും നന്നായി കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ഫാമിലി കാണുന്ന ഫാമിലി കാണണം ഈ സിനിമ. സ്ത്രീകൾ കാണുന്ന പറയുകയാണെങ്കിൽ സ്ത്രീകളും കാണണം, എല്ലാവരും കാണണം. കുടുംബത്തിലൊക്കെ സിനിമ കാണണം. ആ സമയത്ത് തിരിച്ചുവരവൊന്നുകൂടി നന്നായിട്ട് പോയിട്ടില്ലല്ലോ. അടിപൊളി നല്ല കോമഡി എല്ലാം ഉണ്ട്. നല്ല ഹരിശ്വാസം സൂപ്പർ ഉണ്ട്. പുതിയൊരു ഹിറ്റും കൂടി വീട് ആസിഫിയുടെ നന്നായിട്ട് ആശംസകൾ ആസ്വദിക്കും. പടമൊന്നും പറയാനില്ല. ഇപ്പം ഈ എടുത്തൊന്നില്ല, ഇത് കാണുന്ന പടമല്ലേ? ഫാമിലി ഡ്രാമയാണ്. ഫാമിലിയാണ് പടം. ഫാമിലി എല്ലാവരും ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ എന്തെങ്കിലും കാണണം. കാരണം ഇപ്പോൾ നടക്കണ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കും. ചെക്കൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് പിന്നെ കൂടുതലായിട്ട് കാണിക്കേണ്ട ഒരു സംഭവമില്ല. എന്നാലും ആൾക്ക് ചെയ്ത കണക്ക് പറ്റിയില്ല. കെട്ടിയ ആളാണ് എൻ്റെ മാലേഖ. അതിൻ്റെ ആ ഒരു കാറ്റഗറിയായിട്ട് നമുക്ക് പറ്റില്ല. എന്നാലും അതിൻ്റെ ഒരു വേറെ ടൈപ്പ് കൂടാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. അടിപൊളിയുണ്ട്. പിന്നെ ഇമോഷണലി ഭയങ്കര കുഴപ്പമില്ല. ആമ്പിള്ളേർക്ക് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമ എന്തെങ്കിലും പറയണേ? അങ്ങനെ ടാഗ് ലൈനാണോ ശരിക്കും? എന്തെങ്കിലും ജീവിതത്തിലുള്ള നന്നായിട്ടുണ്ട്. ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു സിനിമയാണോ? ആസിഫിൽ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു.